കോഴിക്കോട് 21 വയസ്സുള്ള യുവാവിൽ നിന്നും കഞ്ചാവ് പിടിച്ചെടുത്തു. പ്രാവ് വിൽപ്പനയുടെ മറവിലാണ് യുവാവ് കഞ്ചാവ് വിൽപ്പന നടത്തിയിരുന്നത്. കോഴിക്കോട് നഗരഹൃദയത്തിൽ നിന്നാണ് 21-കാരൻ്റെ കയ്യിൽ നിന്നും വൻ കഞ്ചാവ് ശേഖരം പിടികൂടിയത്. നഗരം കേന്ദ്രീകരിച്ച് നടക്കുന്ന മയക്കുമരുന്ന് വിൽപ്പന ശൃംഖലയെ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് 21-കാരൻ അമൽ ബക്കർ പിടിയിലായത്. കാരപ്പറമ്പിൽ വെച്ച് യുവാക്കൾക്ക് മയക്കുമരുന്ന് വിൽക്കുന്നത് എക്സൈസ് സംഘം ആദ്യം പിടികൂടി. ഇതിനെ തുടർന്നുള്ള അന്വേഷണത്തിലാണ് അമൽ ബക്കറിന്റെ വീട്ടിലേക്ക് എത്തിയത്. വീട്ടിൽ നടത്തിയ പരിശോധനയിൽ വൻ കഞ്ചാവ് ശേഖരം പിടികൂടുകയായിരുന്നു. 2 കെട്ടുകളിലായി 2 കിലോ കഞ്ചാവാണ് പിടികൂടിയത്. എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ ടി രാജീവ്, ബിജു എബ്രഹാം, വി ദേവദാസ് തുടങ്ങിയവരുടെ നേതൃത്വത്തിലുള്ള തിരച്ചിലിലാണ് 21-കാരൻ്റെ വൻ മയക്കുമരുന്ന് വിൽപ്പന ശൃംഖല കണ്ടെത്തിയത്. വീട്ടിൽ കഞ്ചാവ് സൂക്ഷിച്ചിട്ടുണ്ടെന്നുള്ള വിവരം കിട്ടിയായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ കോഴിക്കോട് റേഞ്ച് ഇൻസ്പെക്ടറും കോഴിക്കോട് സർക്കിൾ പാർട്ടിയും നടത്തിയ റെയ്ഡിലാണ് ഇപ്പോൾ 2 കിലോ കഞ്ചാവ് പിടികൂടിയിട്ടുണ്ട്. വാങ്ങിച്ച് പോകുന്നതായിട്ടുള്ള വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. മുൻപ് നമ്മൾ പുള്ളിയെ ഒരു പ്രാവശ്യം ഇത് കണക്ക് സംശയത്തിൻ്റെ അടിസ്ഥാനത്തിൽ 2 കൊല്ലം മുമ്പ് ഓഫീസിൽ വിളിച്ച് ഇത് കൊടുക്കുകയും ഡി അഡിക്ഷൻ സെൻറ്ററിലേക്ക് റെഫർ ചെയ്തിട്ടുള്ള ആളായിരുന്നു. കാരപ്പറമ്പ് AUP സ്കൂളിന് തൊട്ടരികിലെ വീട്ടിൽ നിന്നാണ് മയക്കുമരുന്ന് കണ്ടെത്തിയത്. ഇത് പ്രദേശത്ത് ആശങ്ക പടർത്തിയിട്ടുണ്ട്. സ്ഥലത്തെ ടർഫ് കേന്ദ്രീകരിച്ചും മയക്കുമരുന്ന് ഇടപാട് നടക്കുന്നതായി നാട്ടുകാർ പരാതി പറയുന്നു. ഈ ഏരിയയിൽ ഇപ്പോൾ ഇത് പിടിച്ചതിൻ്റെ ദിവസം പലതും കേൾക്കുന്നുണ്ട്, അവിടെ ഉണ്ട് ഇവിടെ ഉണ്ട് എന്നൊക്കെ. ഇത് കുട്ടികൾ പഠിക്കുന്ന സ്കൂളാണ്, ചെറിയ മക്കൾ പഠിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് അടി മുതൽ എല്ലാം തുടച്ചു മാറ്റണം. എല്ലാ ഗ്രൗണ്ടിലും എല്ലാ പാർക്കിലും ഇല്ല സൊറകളെല്ലാം നിർത്തണം. 21-കാരൻ വർഷങ്ങളായി മയക്കുമരുന്ന് ഇടപാട് നടത്തുന്നു എന്നതാണ് അന്വേഷണ സംഘത്തിന് ലഭിച്ച വിവരം. പ്രാവ് വിൽപ്പന മറയാക്കിയാണ് അമൽ ബക്കർ കഞ്ചാവ് വിൽപ്പന നടത്തിയത്. സംസ്ഥാനത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ പ്രാവ് വിൽപ്പന മറയാക്കി മയക്കുമരുന്ന് വിൽപ്പന നടക്കുന്നുവെന്ന് എക്സൈസ് സംഘം കണ്ടെത്തിയിട്ടുണ്ട്. 24 കോഴിക്കോട്.